സിനിമയോടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായില്ല. ഇത് വേറെ സിനിമയാണ്, അപ്പോൾ തന്നെ നമുക്കറിയാം ഏത് ലെവലായിരിക്കും. അത് ബിഗ് സിനിമയും കൂടെ ആകുമ്പോൾ അതെങ്ങനെയാണ് ആ പൈസ യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടായി. പക്ഷെ പണം ഒന്നുമില്ല, എക്സൈറ്റ് ചെയ്ത് ഒട്ടും എക്സ്പ്രഷൻ ഉണ്ടായില്ല. എന്നിട്ട് പോലും പണം വളരെ മോശമായിട്ട് തോന്നി. സെക്കൻഡ് പാർട്ടിലോട്ട് കാണാൻ പറ്റുന്ന ഒരു ഫീലിംഗ് തോന്നുന്നുണ്ടോ? ഇന്റർവ്യൂല് കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ പോകുന്നു തോന്നി. ഇപ്പോൾ ഇന്റർവ്യൂല് കഴിയുമ്പോൾ ഒരു സൈലൻസ് ആയപ്പോൾ സമാധാനമായിരുന്നു, അലർച്ചയൊക്കെ പോയല്ലോ. പിന്നെ എന്താണ് സെക്കൻഡ് പാർട്ടിന് കാത്തിരിക്കുന്നത്? സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഉള്ള ഒന്നുമില്ല പറഞ്ഞത്. ഈ പടം തന്നെ ഒന്നുമില്ല, വെറുതെ ഒരു ഫ്ലാറ്റ് ഒരു പടം. പോസിറ്റീവായി തോന്നിയതാണ് സൂര്യയുടെ ഒന്നുമില്ല പറഞ്ഞത്. സൂര്യയുടെ പെർഫോമൻസ് ആണ് സാധാരണ പടങ്ങളിൽ നന്നായിട്ട് വരാറ്. സൂര്യ ഡബിൾ റോളായിട്ട് പോലും 2 റോള് വളരെ മോശം, ഭയങ്കര ഓവർ ആക്ടിങ്. പടത്തിലോ നല്ലവരും തന്നെ വളരെ ഓവർ ആക്ടിങ്ങും കുറെ അലർച്ച മാത്രമേ ഉള്ളൂ പടത്തിൽ. ക്യാമിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമിയോ റോൾ അതല്ല എന്തിന് സിനിമ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തീർന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ക്യാമിയോ റോളൊക്കെ വരുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. പടം ഇവിടെ നിർത്താം. സെക്കൻഡ് പാർട്ടിലേക്കുള്ള അതിൻ്റെ ആവശ്യമില്ല പടത്തിന്. ഇഷ്ടപ്പെട്ടില്ല പടം. നല്ലൊരു റിവ്യൂ തരാം. സൂര്യ ഫാൻ നല്ലൊരു പറയണതാണ്. കങ്കുവ 2 ഇറങ്ങാൻ പോകുന്നുണ്ട്. കങ്കുവ 2 ഇറക്കരുതെന്ന് പറയണം. കോടിക്കുന്നൊരു വിലയില്ല ചേട്ടാ. കോടി ആൾ അന്നാത്ത് ഇറക്കിയപ്പോൾ തൊട്ടുള്ള സങ്കടമാണ്. അതിപ്പോൾ നിങ്ങളോട് പറയണതാണ്. സൂര്യ ഫാൻ നല്ലല്ലേ, ആൾ അന്നാത്ത് ഇറക്കി കൊളോക്കിയതാണ്. അതേപോലെ തന്നെ ഒരു പടം ഉണ്ടാക്കി വെച്ച് ഇത്രയൊക്കെ പൈസ ഇത്ര ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തത് വേറെ പാവപ്പെട്ടവർ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ. കങ്കുവ 2 ഒക്കെ ഉണ്ടാക്കി ചെയ്യില്ലെന്ന് പറഞ്ഞ പുള്ളിയോട്. കങ്കുവ 2 പ്ലീസ്, അത് റിക്വസ്റ്റ് ആണ് സൂര്യ ഫാൻ നല്ലല്ലേ. ആൾ അച്ഛനെ വെച്ച് എന്തോരം പടം വേണമെങ്കിലും എടുത്തോട്ടെ. കങ്കുവ 2 വേണമെന്ന് പറയണം. എല്ലാവരും ഒന്ന് സിനിമയിലേക്ക് എത്തിക്കട്ടെ. ഇത് പ്ലീസ്. ഇത് ഓരോന്നില്ല. സൂര്യ 2 ഗെറ്റപ്പ് വെറൈറ്റി പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ആ കണ്ടപ്പോൾ കണ്ണിനൊക്കെ വെള്ളം വന്നു. ആ ഫീലിങ്സ് ഒക്കെ ഇപ്രാവശ്യം 100-ന് മേലെ റോക്കറ്റ് സംഗതി ക്രിക്കറ്റ് ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ട് കാണേണ്ടത് സെക്കൻഡ് ഹാഫ് തിയേറ്ററിലുള്ള എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത്ര പോരാ പടം, വളരെ മോശം. നോക്കോ അവിടെ നോക്കോ പടം ഒരു മേക്കിംഗ് ഫിലിമായിട്ട് തോന്നിയത് 2 കാലഘട്ടമാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഒരു എൻട്രിയാണ്. അതിലൊരു കോമി റോൾ ഉണ്ട്. ഓൾറെഡി നമുക്കെല്ലാം അറിയാവുന്നതായിരിക്കും. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കോമി റോളാണ്. അപ്പം അവർ തമ്മിലുള്ളൊരു ഫൈറ്റ് ആയിരിക്കും സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. ഓവറോൾ കൊള്ളാം, കണ്ടിരിക്കാം.